ഹായ്. മറന്നിട്ടില്ലല്ലോ അല്ലെ? അപ്പൊ നമ്മള് എന്റെ അല്ല നിങ്ങളുടെയും ഇതുപോലെ പൊട്ടിപ്പോയ ഒരു ബിസിനസ് കഥയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ബി.എഡ് വരെ പഠിച്ചു, പക്ഷെ നമുക്ക് സ്ഥിരമായ ഒരു വരുമാനം അല്ലെ സ്ഥിരമായ ഒരു ജോലി, ഒരു ഗവൺമെന്റ് ജോലി നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ജോലി നമുക്ക് നേടാനായില്ല. കുറേ നാള് PSC പറഞ്ഞു നടന്നു. കുട്ടികളെ കുറച്ച് വരെ പഠിപ്പിച്ചു, അവരെ കൂടി ഇരുന്ന് പഠിച്ചു. പക്ഷെ അവർക്കൊക്കെ ജോലി കിട്ടിപ്പോയി. നമ്മൾ ഡൗട്ട് പറഞ്ഞു കൊടുക്കുന്നവർക്ക് വരെ ജോലി കിട്ടിപ്പോയി. പക്ഷെ എന്തുകൊണ്ടോ എനിക്കത് കിട്ടാതെ പോയി. നമ്മൾ അപ്പോഴും വട്ടപൂജ്യമായിട്ട് നിന്നു. അപ്പോ നമ്മൾ ഈ നാലാള് കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഉൾപ്പെടും. അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ അവര് പറയും, എന്നോടല്ല, ഡയറക്റ്റ് അല്ല, എന്നാലും ഞാൻ അറിയുന്നുണ്ട്. നമ്മളോട് അവര് പറയും, എന്താണ് ഇത് പഠിപ്പിച്ചായിരുന്നല്ലോ, എന്നിട്ട് എന്തായി, അല്ല ജോലി കിട്ടിയോ എന്ന് പറയും. അതുപോലെ എന്തോ ഒരു ബിസിനസ് തുടങ്ങി കിട്ടും, അതും കിട്ടിയോ. പക്ഷെ നമുക്ക് നമ്മൾ ഡയറക്റ്റ് കേട്ടില്ലെങ്കിലും നമ്മളിത് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം വളരെ വലുതാണല്ലേ. നമ്മളെ വിമർശനങ്ങളാകാം, പക്ഷെ നമുക്ക് മറ്റൊരാളുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന വിമർശനങ്ങൾ കഴിവതും ഒഴിവാക്കുകയാണ് നല്ലത് അല്ലെ. അപ്പൊ നമുക്ക് ഈ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയവർക്കാണ് അതിനെപ്പറ്റി പറഞ്ഞാൽ നമ്മുടെ പല്ലുവേദനയുടെ കഥ പറഞ്ഞ പോലെ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ അന്നേരമൊക്കെ ഞാൻ വിചാരിക്കും, കാരണം ഞാൻ ഭയങ്കര ഈശ്വര വിശ്വാസിയായിരുന്നു ഈ കുഞ്ഞിനെ തൊട്ടേ. 365 ദിവസം എനിക്ക് നോമ്പാണ്. അപ്പൊ അമ്മ അവൾക്കറിയും, ഇങ്ങനെ നോമ്പെടുത്ത് ഒന്നും തിന്നാതെ കുടിക്കാതെ നടന്ന് നിനക്ക് വല്ല അസുഖം വരുമെന്ന് പറയും. അവർക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എന്റെ വിശ്വാസം അത് ഇച്ചിരി കൂടിപ്പോയിട്ടാ, അതായിരുന്നു പ്രശ്നം. അപ്പൊ ഞാൻ എന്നിട്ട് നമുക്ക് ഈ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് ഞാൻ ഇത്രയും നാളും ദൈവത്തിന്റെ പുറകെ നടന്നിട്ട്, അല്ലെങ്കിൽ ഇത്രയും വിശ്വസിച്ചിട്ട്, ഇത്രയും ആരാധിച്ചിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. വിവരമില്ലാത്ത ചിന്തയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളിലൊക്കെ നമ്മളൊന്ന് മാറി, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പം നമുക്കിതൊക്കെ ചിന്തകൾ മാറും. അപ്പൊ ഞാനൊന്ന് ആലോചിച്ച് നോക്കിയപ്പം ശരിയാണ്. അതായത് ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ഒരു എനർജി, അങ്ങനെ ഒരു പവർ അത് ഈ ലോകത്ത്, ഈ ഒരു ഭൂമിയിൽ ഉണ്ടാവാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളതിനെ ആ ഒരു എനർജിനെ യേശു, കൃഷ്ണൻ, അള്ളാഹു എന്നൊക്കെ പറഞ്ഞ് നമ്മള് തരംതിരിച്ച് ഓരോ സ്ഥലങ്ങളിൽ അതിർത്തി തിരിച്ച് നിർത്തിയിട്ടുമുണ്ട്. പക്ഷെ ദൈവം നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ഇടയ്ക്കൊക്കെ പരിഹാരം തരുന്നുമുണ്ട്. പക്ഷെ എന്താ പ്രശ്നം, എവിടെയാ പ്രശ്നം? അതായത് നമ്മളെ വിശ്വസിക്കുന്നില്ല. ബിലീവ് ഇൻ യുവർ സെൽഫ്, അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്ന് പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ലിമിറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കാം നമുക്ക്. പക്ഷെ നമ്മളിൽ നമുക്കൊരു ആത്മവിശ്വാസം, നമ്മളിലുള്ള ഒരു വിശ്വാസം, അതാണ് ഏറ്റവും പ്രധാനം അല്ലെ. തെറ്റും ശരികളും എല്ലാവരും, ഞാൻ ഉൾപ്പെടെ, നിങ്ങളും ഞങ്ങളും ഞാനും എല്ലാവരും ചെയ്തു പോകുന്നുണ്ട് അല്ലെ, ചെയ്യും. നമ്മള് മനുഷ്യനാണ്. നമ്മുടെ ഈ ഒരു ജീവിതം തീരുന്നതിന് മുമ്പ് നമുക്ക് ശരികൾ മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം തീരണമെന്നൊന്നുമില്ല. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ പല തെറ്റുകളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം. നമ്മൾ മുന്നോട്ട്, അത് മാത്രമായിരിക്കണം നമ്മുടെ എപ്പോഴത്തെയും ചിന്ത. എന്താ അല്ലെ?